സോഷ്യൽ മീഡിയയിൽ വൻ റീച്ച് ഉണ്ടായിരുന്ന ഒരു പേജ് ഉണ്ടായിരുന്നു, സതീശൻ ടോക്സ്. നുണ പറയാതൊരു ദിവസമില്ലെനിക്ക് ഈ ഭൂമിയിൽ എന്നായിരുന്നു അതിന്റെ പേര്. ആ പേജിന് റീച്ച് കൂടിയപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചിടിപ്പും കൂടി. അച്ചിൽ വാർത്തെടുത്ത പോലെയുള്ള സതീശന്റെ നുണകളെല്ലാം സെക്കൻഡുകൾ കൊണ്ട് ആ പേജ് പൊളിച്ചടുക്കി. അത് വന്ന കമന്റുകളും മാരകമായിരുന്നു. മഹാരാജാസ് കോളേജിന് മുൻപിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച സതീശന്റെ നുണകൾ എന്ന മത്സരവും വമ്പൻ ഹിറ്റ്. സതീശന്റെ 11 നുണകൾ 2 മിനിറ്റിൽ എണ്ണി എണ്ണി പറഞ്ഞ മത്സരാർത്ഥിയാണ് അതിൽ വിജയിച്ചത്. പറഞ്ഞു വരുന്നത്, പ്രതിപക്ഷ നേതാവ് VD സതീശനെ തൂക്കാൻ ഇടതനുകൂലികൾ ആരംഭിച്ച സതീശന്റെ നുണകൾ എന്ന ഫേസ്ബുക്ക് പേജ് പൂട്ടിയിരിക്കുകയാണ്. VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുയോഗങ്ങളിലും നടത്തിയിരുന്ന അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യം പരിശോധിക്കാൻ എന്ന നിലയിലാണ് പേജ് നടത്തിയത്. സതീശന്റെ പ്രസ്താവനകൾ പുറത്തു വന്നാലുടൻ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ മുൻപ് വന്ന വാർത്തകൾ അടക്കം കാട്ടിയാണ് സതീശനെ പൊളിച്ചടുക്കിയത്. 2 ആഴ്ച മുൻപ് ആരംഭിച്ച പേജിൽ 1.25 ലക്ഷത്തോളം ഫോളോവേഴ്സും വന്നു. വെള്ളിയാഴ്ച രാത്രി 7-നാണ് മെറ്റയുടെ വിലക്ക് പേജിന് ലഭിച്ചത്. കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് പേജ് എന്നാണ് മെറ്റയ്ക്ക് ലഭിച്ച പരാതി എന്നാണ് വിവരം. പേജ് പൂട്ടിച്ചതിന് പിന്നിൽ കനകോലു വാടകയ്ക്കെടുത്ത സംഘമാണെന്ന വിമർശനവുമുണ്ട്. കോൺഗ്രസിന്റെയും കനകോലു സംഘത്തിന്റെയും കടുത്ത സൈബർ ആക്രമണമാണ് പേജിന് നേരെ ഉണ്ടായത്. സതീശന്റെ കാർട്ടൂൺ ചിത്രം പ്രൊഫൈൽ ചിത്രമായി ഉപയോഗിച്ചതിനെ ആൾമാറാട്ടമായി കാണുമെന്നായിരുന്നു മെറ്റയുടെ അറിയിപ്പ്. മെറ്റയ്ക്ക് ആൾമാറാട്ടം ചൂണ്ടിക്കാട്ടി പരാതി നൽകാൻ യഥാർത്ഥ വ്യക്തിക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണോ പരാതി നൽകിയതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ പേജ് ഉള്ളിടത്തോളം സതീശന്റെ നുണകളൊന്നും കിളിർക്കില്ല എന്നൊരു ഭയം സതീശൻ ഉണ്ടായിരുന്നുവെന്ന് ചുരുക്കം. സതീശൻ പറയുന്ന നുണകളുടെ വാസ്തവം പരിശോധിക്കാൻ മലയാളികൾക്ക് അങ്ങനെ ഒരു പേജ് വേണമെന്നില്ല എന്നുള്ളതും മറ്റൊരു വാസ്തവം.